2023 കോഴിക്കോട് എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയായ ഷാരൂഖ് സൈഫി കാഫറുകൾ അഥവാ അവിശ്വാസികളെ കൊല്ലുന്നത് തന്റെ പാപങ്ങൾക്ക് മോചനം നേടുവാനുള്ള മാർഗമാണെന്ന് വിശ്വസിച്ചാണ് ട്രെയിനിന് തീവച്ചതെന്ന് NIA കോടതിയെ അറിയിച്ചതായി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. പ്രതിയുടെ ഹർജി കോടതി തള്ളി. 2023 ഏപ്രിലിൽ ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിൽ പെട്രോൾ ഒഴിച്ച് കോച്ച് കത്തിച്ചതിന് സൈഫി അറസ്റ്റിലായിരുന്നു. അറസ്റ്റിനുള്ള കാരണം രേഖാമൂലം അറിയിക്കാതെ 2023 ഏപ്രിൽ 6 തന്നെ അറസ്റ്റ് ചെയ്തതായി സൈഫി തന്റെ ഹർജിയിൽ പറഞ്ഞു. കൂടുതൽ അന്വേഷണം നടക്കുന്നതിനാൽ സമീപഭാവിയിൽ വിചാരണ ആരംഭിക്കുവാനുള്ള സാധ്യതയില്ലെന്ന് പ്രതി ചൂണ്ടിക്കാട്ടി. പ്രതിക്ക് തന്റെ ജീവിതശൈലിയിൽ പശ്ചാത്താപം തോന്നിയെന്നും ഒരു യഥാർത്ഥ മുസ്ലിമാകാൻ ആഗ്രഹിക്കുന്നുവെന്നും NIA പറഞ്ഞു. ഇതിനായി തീവ്ര ഇസ്ലാമിക പ്രബോധകർ പ്രചരിപ്പിക്കുന്ന അക്രമാസക്തമായ ജിഹാദിനെക്കുറിച്ച് പഠിക്കുവാൻ ഓൺലൈൻ തിരഞ്ഞെടുത്തു. തന്റെ പാപങ്ങൾക്ക് മോചനം നേടാനുള്ള ഏറ്റവും ചെറിയ മാർഗമായി കാഫറുകളെ കൊല്ലുകയാണെന്ന് പ്രതി തീരുമാനിച്ചു. തുടർന്നാണ് ട്രെയിനിന് തീവയ്ക്കാൻ പദ്ധതിയിട്ടതെന്നും NIA മറുപടിയിൽ പറഞ്ഞു. പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാനാണ് കേരളം തിരഞ്ഞെടുത്തത്. 2023 മാർച്ച് 31 ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ട്രെയിനിൽ കയറിയെന്നും NIA പറഞ്ഞു. 2023 ഏപ്രിൽ 2 അദ്ദേഹം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ ഒരു പമ്പിൽ നിന്ന് കുപ്പിയിൽ പെട്രോൾ വാങ്ങി. റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ഒരു ബങ്കർ ഷോപ്പിൽ നിന്ന് ഒരു ലൈറ്ററും വാങ്ങി. കറുത്ത ബാക്ക് പാക്കിൽ പെട്രോളും ലൈറ്ററും ഒളിപ്പിച്ച് ടിക്കറ്റില്ലാതെ സൈഫി ട്രെയിനിൽ കയറിയതായി NIA പറഞ്ഞു. സാക്കിർ നായിക് പോലുള്ള തീവ്ര ഇസ്ലാമിക പ്രഭാഷകരെയും ഡോക്ടർ ഇസ്രാർ അഹമ്മദ്, താരിഖ് ജാമിൽ, മുഫ്തി താരിഖ് മസൂദ്, തൈമൂർ അഹമ്മദ് തുടങ്ങിയ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള മതപ്രഭാഷകരെയും അയാൾ പതിവായി നിരീക്ഷിക്കുന്നതായി കണ്ടെത്തി. ഇയാളുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്ത റൈറ്റിംഗ് പാഡിൽ കഴക്കൂട്ടം, തിരുവനന്തപുരം, കോളച്ചൽ, കന്യാകുമാരി, കോവളം തുടങ്ങി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സ്ഥലങ്ങളുടെ പേരുകളും ഉണ്ടായിരുന്നു.